അവനിങ്ങനെ ആ പുസ്തകം നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ദയനീയമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കതൊരു വലിയ ഷോക്കായി സത്യത്തിൽ. ഒരു പുസ്തകം എഴുതി എന്നൊക്കെ സംഘത്തിൻ്റെ മുതിർന്ന ആരോടെങ്കിലും പറയാം, നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ബാലശാഖകളിലൊക്കെ പറയാം, ശരിയാണ്. മുതിർന്നവരോടൊക്കെ പറയുന്നതിനൊരു ഇത് ശരിയാണോ തെറ്റാണോ, ഞാൻ ശരിയത്, അതുകൊണ്ട് ഞാൻ പുറത്ത് കാണിച്ചിട്ട് സത്യം പറഞ്ഞാൽ. കാരണം ഓരോ ജൂബിലിയും സ്വയം സേവകർക്ക്, സംഘപ്രവർത്തകർക്ക് ഒരു ഉൾനോട്ടത്തിൻ്റെ, ഒരു ഇൻട്രോസ്പെക്ഷൻ്റെ അവസരമാണ്. സേവാഭാരതിയിലൂടെ സേവനത്തിൻ്റെ പ്രവർത്തനം, അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്തിലൂടെ ധാർമ്മിക മേഖലയിൽ പ്രവർത്തനമൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സംഘത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് ആ പ്രേരണയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ അതത് മേഖലയിൽ ഒന്നാമത്തെ പ്രസ്ഥാനമായിട്ട് മാറി. സംഘത്തെ ഒരു സംഘടനയുമായും തുലനം ചെയ്യാൻ പറ്റില്ല, കാരണം സ്വഭാവേന തന്നെ അത് വ്യത്യസ്തമാണ്. തപസ്സിലൂടെ നേടിയ സിദ്ധി മുഴുവൻ ഒരു നിമിഷ നേരത്തേക്ക് മുടങ്ങുന്നതിലൂടെ അത് നഷ്ടമായി പോകും. അതുകൊണ്ട് ആ തപസ് അനുസ്യൂതം തുടരുകയാണ്. നേടിയെടുത്ത ശക്തി 100 മടങ്ങായിട്ട് വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനൊരവസ്ഥ വന്നാൽ ഞാൻ ആരംഭത്തിൽ നിന്ന് വീണ്ടും ആരംഭിക്കും. പുനശ്ച ഹരിയവും, വീണ്ടും തുടങ്ങും. ഞാൻ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. 8 or 10 കുട്ടികളെയും വിളിച്ചിട്ട് ആ പഴയ മോഹിതേവാടെ സംഘസ്ഥാനിലേക്ക് ഞാൻ പോയി വീണ്ടും സംഘം തുടങ്ങും. ഇതാണ് സംഘത്തിൻ്റെ മുതിർന്ന അധികാരികളുടെ പ്രത്യേകത. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഘടനവാദ പ്രസ്ഥാനങ്ങളും, അതായത് ഖാലിസ്ഥാൻവാദികൾ, ഉൾഫ, അങ്ങനെയുള്ള, ഇപ്പോൾ ത്രിപുരയിലായിക്കോട്ടെ, നക്സലൈറ്റുകളായിക്കോട്ടെ, ഹൈദരാബാദും വാറങ്കൽ സർവകലാശാലയിലും, ഇവിടെ എല്ലാവരും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ, ഇവരെല്ലാവരും ഒരുപോലെ എതിർക്കുന്ന ഒരു സംഘടനയാണ് RSS. അതെന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമാണ്. ഒരു കൂട്ടർ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റൊരു കൂട്ടർ രാഷ്ട്രമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും രാഷ്ട്രവിരോധികൾക്ക് ഏറ്റവും വിരോധം ഉണ്ടാവുക രാഷ്ട്രപക്ഷത്തുള്ളവരെയാണ്. രാഷ്ട്രമെന്ന വികാരം, ദേശീയത എന്ന് പറയുന്ന ഒരാശയം സമൂഹത്തിലെ എല്ലാ വ്യക്തികളിലേക്കും വീണ്ടും ജ്വലിപ്പിച്ച് നിർത്താനുള്ള പ്രവർത്തനമാണ് സംഘം. ഈ രാഷ്ട്രത്തെ ഒന്നാക്കി നിർത്തുന്ന ആ വികാരത്തിൻ്റെ പേരാണ് ദേശീയത. അതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ രാഷ്ട്രവിരോധ ശക്തികൾ, അത് നക്സലൈറ്റുകളായാലും അർബൻ നക്സലുകളായാലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിഘടനവാദികളായാലും, ഒരു കാലത്തെ, ഞാൻ ഇപ്പോഴത്തെ JNU എന്ന് പറയുന്നില്ല, ഒരു കാലഘട്ടത്തിലെ ആസാദിവാദികളായിട്ടുള്ള JNU വിപ്ലവകാരികളായാലും ഖാലിസ്ഥാനികളായാലും, ഇവരുടെയൊക്കെ നിലപാടെന്താ? അവർ രാഷ്ട്രം ഒന്നല്ല എന്നുള്ള നിലപാടാണ്. സിമ്പിൾ, രാഷ്ട്രം ഒന്നല്ല. അതുകൊണ്ടാണ് അവരുടെ മുദ്രാവാക്യം ഭാരത് തേരെ ടുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. ഭാരത് കെ ബർബാദി തക് ജംഗ് രഹെങ്കെ ജംഗ് രഹെങ്കെ, ഭാരതം മുടിഞ്ഞു പോകുന്നിടം വരെ ഞങ്ങൾ യുദ്ധം തുടരും എന്നാണ് ഇതിൻ്റെ പച്ചമലയാളം. ഭാരതം കഷ്ണം കഷ്ണമായിട്ട് മുറിഞ്ഞു പോകട്ടെ എന്നാണ് ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ സംഘം ചെയ്യുന്നത് എന്താണ്? ദേശ് ഹമേ ദേത്താ ഹേ സബ് കുച്ച്, ഹം ഭീ ജോ കുച്ച് ദേനാ സീഖേ. ദേശം, സമൂഹം നമുക്കെല്ലാം തന്നു, നമുക്കും അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം, അതിന് നമുക്ക് പഠിക്കാം. അങ്ങനെയാണ് സംഘത്തിൽ, ശാഖയിൽ സ്വയംസേവകർ വരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ലളിതമായൊരു സമവാക്യമാണ് ഇതിനകത്തുള്ളത്. ഒരു കൂട്ടർ രാഷ്ട്രം ഒന്നല്ല എന്ന് പറയുന്നു, ഒരു കൂട്ടർ ഒന്നാണെന്ന് പറയുന്നു. ഒന്നാണെന്ന് പറയുന്നവർക്ക് ശക്തി കൂടുമ്പോൾ ഇല്ലാതായി പോകാൻ സാധ്യതയുള്ളത് ഈ പലതാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഈ ഒരു ഒന്നാക്കി നിർത്തുന്ന ശക്തിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജസ്റ്റിസ് KT തോമസ് സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ, ഈ ഭാരതത്തിൻ്റെ ശക്തി, ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് 4 ഘടകങ്ങളാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഭാരതത്തിൻ്റെ ഏറ്റവും ശക്തമായ ജനാധിപത്യം, ഭാരതത്തിൻ്റെ ഭരണഘടന, മൂന്നാമത് ഭാരതത്തിൻ്റെ ശക്തമായ സൈന്യം, നാലാമത്തത്, അവസാനത്തതാണെങ്കിലും ഒട്ടും കുറയാത്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. ഈ 4ൻ്റെയും ശ്രമം ഭാരതത്തെ ഒന്നാക്കി നിർത്താനാണ്. അപ്പം നിങ്ങൾ പരിശോധിച്ചാൽ, സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ, ഈ കൂട്ടർ ആക്രമിക്കുന്നത് വെറും സംഘത്തെ മാത്രമല്ല, അവർ തെളിഞ്ഞോ ഒളിഞ്ഞോ ബാക്കി 3നെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും സിമ്പിളാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ
അവർ തോറ്റാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറ്റപ്പെടുത്തുന്നു. ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഏറ്റവും കരുത്തുറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നത് ഭാരതത്തിലാണ്. ആ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നു. എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി നമ്മുടെ സാങ്കേതിക പുരോഗതിയുടെ മറ്റൊരു ലക്ഷണം എന്നോണം ഏർപ്പെടുത്തിയിട്ടുള്ള EVM-നെ കുറ്റം പറയുന്നു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നു. ആത്യന്തിക വിശകലനത്തിൽ എന്തിനെയാണ് കുറ്റം പറയുന്നത്, എന്തിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയാണ്. നമ്മുടെ ജനാധിപത്യ സർക്കാർ എന്താണോ തീരുമാനമെടുക്കുന്നത് അതിന് വിരുദ്ധമായ നിലപാട് പരസ്യമായി കൈക്കൊള്ളുക. ഭരണഘടനയെയും ഈ പറഞ്ഞ എല്ലാവരും ചേർന്നാണ് ഭരണഘടനയും അവഹേളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസം പോലുള്ളൊരു പ്രത്യയശാസ്ത്രത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കുത്തിച്ചേർത്തു. ഇതിനെ സംബന്ധിച്ച് 49-ൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച നടക്കുമ്പോൾ സോഷ്യലിസവും മതേതരത്വവും പ്രിയാമ്പിളിൽ ചേർക്കണമെന്ന് പ്രൊഫസർ KT ജോഷി, അതൊരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പക്ഷക്കാരനായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം വാദിച്ചപ്പോൾ ആദരണീയനായ അംബേദ്കർ, ബാബാസാഹേബ് അംബേദ്കർ പറഞ്ഞ മറുപടി ഒരു ജനാധിപത്യ ഭരണവ്യവസ്ഥ നിലനിൽക്കാൻ പോകുന്നൊരു നാട്ടിൻ്റെ വരാൻ പോകുന്ന തലമുറയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്തായിരിക്കണമെന്ന്. അവിടെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അവിടേക്ക് കുത്തിത്തിരികരുത്. അതേപോലുള്ള പ്രമുഖരായ അംഗങ്ങളാണ് ശക്തമായി പറഞ്ഞത് ഭാരതം മതേതരമാണെന്നുള്ളത് പ്രിയാമ്പിളിൽ എഴുതിയിട്ടല്ല ലോകം മനസ്സിലാക്കിയത്. ഭാരതത്തിൻ്റെ DNA-യിലുള്ളതാണ് സർവധർമ്മ സമഭാവന. പക്ഷേ എന്നിട്ടും ഈ കൂട്ടർ 76-ൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ഭാരതത്തിൻ്റെ ഭരണഘടനയെ അധിക്ഷേപിച്ചു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ നിലക്കുള്ള പ്രവർത്തനം. സൈന്യത്തെ അവഹേളിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ സൈന്യത്തെ തെരുവിൽ നിന്ന് ആക്രമിച്ചത് പോരാഞ്ഞിട്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഉപരിസഭയിലും അധോസഭയിലും ഒരേപോലെ സൈന്യത്തെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് സംഘത്തെ മാത്രമല്ല ആക്രമിക്കുന്നത്, ഏതെല്ലാം ഘടകങ്ങളാണോ ഭാരതത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. അതൊരു സാമൂഹ്യ സംഘടന എന്നുള്ള നിലയ്ക്ക് സംഘമാണ്, വ്യവസ്ഥയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക്, സിസ്റ്റത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യവും ഭരണഘടനയും സൈന്യവും ഇതും ആക്രമിക്കപ്പെടുകയാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി പൊതുജനം പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ് ഈ കൂട്ടരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ. വീര സവർക്കറെക്കുറിച്ചുള്ള പുസ്തകത്തിലൂടെയാണ് ആദ്യത്തെ എഴുത്ത് പുസ്തക രൂപത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് ചേഞ്ചിങ് ടൈംസ്, ഹിന്ദുത്വ, അത് ഒക്കെയുള്ള പുസ്തകങ്ങൾ, അതിനെക്കുറിച്ച് ഒന്ന്. പുസ്തകം ആദ്യം എഴുതിയത് സവർക്കറെക്കുറിച്ചുള്ള പുസ്തകമാണെങ്കിലും പ്രസിദ്ധീകരിച്ചത് ബാളാസാഹേബ് ദേവർസിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചത്. കാരണം അതിനൊരു കാരണമുണ്ട്. ഈ സവർക്കറെക്കുറിച്ചുള്ള പുസ്തകം അതൊരു വലിയ ജീവചരിത്ര ഗ്രന്ഥമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അത് പറവൂർ ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു ബാലസ്വയംസേവകനാണ് അതിൻ്റെ കാരണം. അപ്പോൾ കാര്യാലയത്തിൽ വന്ന് ഇങ്ങനെ ഉച്ചസമയത്ത് ഞാൻ പറഞ്ഞില്ലേ, വിദ്യാർത്ഥി ശാഖകൾ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ കൂടുതൽ താല്പര്യത്തോടെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറവൂരിലെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി എന്നോട്, കാരണം അവൻ്റെ ശാഖയിൽ ഞാൻ തലേ ദിവസം പോവുകയും ശാഖയിൽ കഥ പറയാൻ പറഞ്ഞപ്പോൾ സവർക്കറുടെ ജീവിതത്തിൽ ഒരു കഥ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടായിട്ട് ഈ കുട്ടി എന്നോട് സവർക്കറുടെ ജീവചരിത്രം വല്ലതും ഉണ്ടായിട്ടാ ഞങ്ങൾക്ക് വായിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചതെന്ന്. ഒരു പകുതി തമാശ, എല്ലാവരും തമാശ പോലെ എടുക്കുന്ന പോലെ ആണോ അതോ ഉള്ളിലുള്ള അഹങ്കാരമാണോ എന്താ അറിയില്ല. ഞാൻ അകത്ത് കയറി എൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു ഹിന്ദി സവർക്കറുടെ ജീവചരിത്രം, ഈ കുട്ടി 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവനിങ്ങനെ ആ പുസ്തകം നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ദയനീയമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കതൊരു വലിയ ഷോക്കായി സത്യത്തിൽ. അവൻ്റെ മുഖത്തെ അന്ന് ആ കുട്ടികൾ പോയതിന് ശേഷം അന്ന് നിശ്ചയിച്ചു ഇവർക്ക് വായിക്കാൻ മലയാളത്തിലൊരു പുസ്തകം, കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകം തയ്യാറാക്കണമെന്ന് വിചാരിച്ചിട്ട്. അത് വലിയ ഗിന്നസ് ബുക്കിൽ എഴുതേണ്ട കാര്യമൊന്നുമല്ല, ഗിന്നസ് ബുക്ക് റെക്കോർഡൊന്നുമല്ല. അന്ന് രാത്രിയും പിറ്റേ ദിവസം പകലും ഇരുന്ന് എഴുതിയതാണ് സവർക്കറുടെ ആ ഒരു ലഘു ജീവചരിത്രം. അത് എൻ്റെ പേന കൊണ്ട് എഴുതിയ ആ കടലാസ് ആ ശാഖയിലെ തന്നെ ആദ്യം വായിക്കാൻ കൊടുത്തു. ആ കുട്ടികൾ അത് വേറെ പകർപ്പെടുത്ത് മറ്റ് ബാലസ്വയംസേവരുടെ വിതരണം ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ധൈര്യം പോരാ. അന്ന് പ്രചാരകൻ എന്ന് പറയുമ്പോൾ 10-20 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു പുസ്തകം എഴുതി എന്നൊക്കെ സംഘത്തിൻ്റെ മുതിർന്ന ആരോടെങ്കിലും പറയാം. നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ബാലശാഖകളിലൊക്കെ പറയാം, ശരിയാണ്. മുതിർന്നവരോടൊക്കെ പറയുന്നതിനൊരു ഇത് ശരിയാണോ തെറ്റാണോ, ഞാൻ ശരിയത്, അതുകൊണ്ട് ഞാൻ പുറത്ത് കാണിച്ചിട്ട് സത്യം പറഞ്ഞാൽ
അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നീട് വിഭാപ്രചാരകമൊക്കെ ആയ സമയത്താണ് ജില്ലാ പ്രചാരകമായിട്ട് പയ്യന്നൂർ ഭാഗത്തുള്ളപ്പോഴാണ് ബാളസാഹേബ് ദേവർസിയെക്കുറിച്ചും ഭാവുറാവുജിയെക്കുറിച്ചും പുസ്തകങ്ങൾ എഴുതി. അത് പിന്നീട് പ്രസിദ്ധീകരിച്ചു. അതിനിടയിലാണ് ഒരിക്കൽ കാര്യാലയത്തിൽ ഞാനുള്ള ആലുവ കാര്യാലയത്തിൽ ഹരിയേട്ടൻ വരെയുണ്ടായി. അപ്പോൾ ഹരിയേട്ടൻ എന്നിങ്ങനെ നോക്കുന്നതിനിടയിൽ ഈ എൻ്റെ കൈയെഴുത്ത് പ്രതിയിൽ ഒരെണ്ണം അദ്ദേഹത്തിന് കിട്ടി. ഞാൻ പോലും അറിയാതെ അദ്ദേഹം അത് കുരുക്ഷേത്രയിൽ എത്തിക്കാനുള്ള വ്യവസ്ഥ ചെയ്തു. അദ്ദേഹം തന്നെ കൊണ്ട് കൊടുത്തോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് ആ പുസ്തകം പുറത്തു വരുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ സവർക്കറായാലും ബാളസാഹേബ്ജിയുടെ ചെറിയ ജീവചരിത്രമായാലും ഭാവുറാവുജിയുടെ ജീവചരിത്രമായാലും പിന്നീട് കുറച്ചങ്ങോട്ട് വരുമ്പോൾ വിജയപഥം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മോട്ടിവേഷണൽ ചില ലേഖനങ്ങളാണെന്ന് പറയാം, അതിൻ്റെ ഒരു സമാഹാരം എഴുതി. പിന്നീട് അതിനിടയിൽ നേതാജിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില പരിപാടികൾ നമ്മൾ നടത്തിയ സമയത്താണ് നേതാജിയും ഹിന്ദുത്വവും എന്ന് പറഞ്ഞ അങ്ങനെ തുടർച്ചയായിട്ട് 7-10 ചെറു പുസ്തകങ്ങൾ എഴുതാനിടയായി. അതൊക്കെയും ഒരു എഴുത്തുകാരൻ ആയതുകൊണ്ട് എഴുതാൻ പറ്റാതായതുകൊണ്ട് എഴുതിയെന്നൊന്നും പറയാൻ പറ്റില്ല. സംഘത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതെല്ലാം കഴിഞ്ഞാണ് ഉത്തരവാദിത്വം സ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം, എൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയിലേക്ക് മാറ്റിയതിന് ശേഷം ഉള്ള സമയത്താണ് ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈംസ്. കാരണം ആ സമയത്ത് ഈ ഹിന്ദുയിസം തർക്കം നടക്കുന്ന സമയമാണ്. ഇവിടെ ചില രാഷ്ട്രീയ ചിന്തകന്മാർ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ചില ഇടതുപക്ഷ ചിന്തകന്മാരൊക്കെ കൂടുതൽ ശക്തമായി ഹിന്ദുത്വത്തെ ആക്രമിക്കുന്ന സമയമാണ്. ഹിന്ദുയിസം നല്ലതാണ്, ഹിന്ദുത്വം മോശമാണ്. ഹിന്ദു സംഘടന ശക്തിപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ ഒരു പങ്ക് വേണം എന്നുള്ള മട്ടിലാവാം ഹിന്ദുയിസത്തിൻ്റെ കൂടെ നിൽക്കുകയും ഹിന്ദുത്വത്തെ എതിർക്കുകയും സമൂഹത്തിലൊരു ബൈനറി സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അതെന്നാലാവുന്ന വിധത്തിലൊന്ന് വിശദീകരിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഹിന്ദുത്വ ഫോർ ദ ചേഞ്ചിങ് ടൈംസ് എന്ന പുസ്തകം വന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വർഷ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമരത്തെ അത് സ്വത്വത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നടന്ന പോരാട്ടമായിരുന്നു എന്നൊക്കെയുള്ള പൂജനീയ സർസംഘചാലകൻ്റെ ബൗദ്ധിക്കിൽ നിന്നൊക്കെ പ്രേരണ കിട്ടിയിട്ടാണ് സ്വരാജ് അറ്റ് 75 എന്ന് പറഞ്ഞ ഒരു 10 പേജുള്ള ഒരു പുസ്തകം ആദ്യം എഴുതി. പിന്നീട് അത് സർസംഘചാലകൻ തന്നെ വായിക്കാനിടയായിട്ടുണ്ടാവാം. അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തണം. അങ്ങനെയാണ് സ്ട്രഗിൾ ഫോർ നാഷണൽ സെൽഫ്ഹുഡ് എന്ന് പറഞ്ഞ 400 പേജുള്ള വലിയ പുസ്തകം എഴുതിയത്. ഇതിൻ്റെ ചില കമ്പൈലേഷൻസ് കുറേ നടത്തി. കൾച്ചറൽ കോൺടൂഴ്സ് ഓഫ് ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന പുസ്തകം, ദയാനന്ദ സരസ്വതി ആര്യസമാജവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം, ലോകമന്ധൻ എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു താത്വിക അടിത്തറ എന്ന നിലയ്ക്ക് ലോക് ബിയോണ്ട് ഫോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ചില പുസ്തകങ്ങൾ. അത് ഓരോ ഘട്ടത്തിലും അതൊരു അനിവാര്യത ആയതുകൊണ്ട്, അനിവാര്യത എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ അനിവാര്യത വന്നതുകൊണ്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വൈജ്ഞാനിക വിഷയങ്ങൾ സംഘവുമായി ബന്ധപ്പെട്ട് ഇനിയും സംസാരിക്കാനുണ്ട്. പക്ഷേ ഈ 100 വർഷം തികയുകയാണ് RSSനെ സംബന്ധിച്ച്. അപ്പോൾ എന്ത് തോന്നുന്നു? ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് പ്രചാരകമാണ്. സംഘത്തിൻ്റെ 100 വർഷത്തിൽ 40 വർഷത്തിന് മുകളിൽ മുഴുവൻ സമയ പ്രവർത്തകരാണ്. സംഘത്തിൻ്റെ പരംവൈഭവം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്? വളരെയേറെ ആഹ്ലാദവും അഭിമാനവും തോന്നുന്ന വിധത്തിലാണ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സാഹചര്യങ്ങൾ കാണുന്നത്. കാരണം ഇതിനോടൊപ്പം വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്, കാണുന്നുമുണ്ട്. ശരിയാണ്, സംഘം ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ആ ആത്യന്തികമായ വൈഭവത്തിൻ്റെ അവസ്ഥ അതിലേക്ക് എത്തിച്ചേരാൻ ഇനിയും സമയമെടുത്തേക്കാം. ആ സമയം എടുക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷമം ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് സംഘത്തിൻ്റെ അധികാരിമാരെ എല്ലാവരും പറയാറുള്ളത് സംഘം ജൂബിലികൾ ആഘോഷിക്കാറില്ല. കാരണം ഓരോ ജൂബിലിയും സ്വയംസേവകർക്ക്, സംഘപ്രവർത്തകർക്ക് ഒരു ഉൾനോട്ടത്തിൻ്റെ, ഒരു ഇൻട്രോസ്പെക്ഷൻ്റെ അവസരമാണ്. എന്നുവെച്ചാൽ ഒരു വർഷം കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു, നമുക്ക് ലക്ഷ്യമെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ സമയം കൊടുത്ത് കൂടുതൽ ആവേശത്തോടെ ആത്മാർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട സമയമായിട്ടാണ് ഓരോ വാർഷികങ്ങളെയും ഓരോ ജൂബിലിയെയും സംഘം കാണേണ്ടതെന്നാണ് സങ്കല്പം. അതുപോലെ തന്നെയാണ് ഈ 100 വർഷത്തിലും സംഘം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിപൂർണമായിട്ട്
സമൂഹത്തിൻ്റെതായി മാറിക്കഴിഞ്ഞിട്ടില്ല, ഇനിയും മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 100-ാം വർഷത്തിൽ അടിയന്തരമായി സ്വയംസേവകരും സംഘകുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് സമൂഹ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള 5 മന്ത്രങ്ങളെ സ്വീകരിച്ച് പഞ്ചപരിവർത്തൻ എന്ന് പറയുന്ന കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. സംഘത്തിൻ്റെ വളർച്ചയുടെ ആ ഘട്ടം നോക്കിയാൽ 1925 സംഘം തുടങ്ങി ഏകദേശം 40-ൽ ഡോക്ടർ ജി പോകുന്നത്, നമ്മളെ വിട്ടുപിരിയുന്നത് വരെയുള്ള ആ 15 വർഷക്കാലത്തിനിടയിൽ സംഘടനാപരമായ വ്യാപനം ഭാരതത്തിൽ മുഴുവൻ എത്തണം എന്നതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇടവും വലവും നോക്കാതെ ശാഖ വളർത്തുന്നതിൽ മാത്രം അന്നത്തെ കാലത്തെ പ്രവർത്തകന്മാരെ ശ്രദ്ധിച്ചതും വളർത്തിക്കൊണ്ടുവന്നതും. അങ്ങനെ ആ ലക്ഷ്യം പൂർത്തീകരിച്ച ഒരു സംതൃപ്തിയോടെയാണ് ഡോക്ടർ ജി പിൻവാങ്ങുന്നത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാഗപ്പൂരിലെ ബൗദ്ധിക്കിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മുന്നിൽ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഒരു ചെറു പതിപ്പ് കാണുകയാണ്. ഇത് തെക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരെ ആ ശിബിരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീടുള്ള കാലഘട്ടം ഗുരുജി ചുമതലയേൽക്കുന്നു. അതിന് ശേഷമുള്ള കാലഘട്ടം ആദ്യത്തെ 10 വർഷങ്ങളിൽ വളരെ കൂടുതൽ വിവിധ ക്ഷേത്രങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും സംഘടനാപരമായ ഒരു ബലം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഊന്നി എല്ലായിടത്തേക്കും പ്രവർത്തനം വ്യാപിച്ചു. പക്ഷേ 50 തുടങ്ങുന്നതോടുകൂടി 51 ആകുമ്പോൾ ജനസംഘം വിവിധ ക്ഷേത്രങ്ങളിലെ സംഘപ്രവർത്തനത്തിലുള്ള സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് സംഘം എത്താൻ തുടങ്ങി. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വനവാസികളുടെ ഇടയിലെ സേവന പ്രവർത്തനത്തിന് വേണ്ടി വനവാസി കല്യാണാശ്രമം, സേവാഭാരതിയിലൂടെ സേവനത്തിൻ്റെ പ്രവർത്തനം, അങ്ങനെ വിശ്വഹിന്ദു പരിഷത്തിലൂടെ ധാർമ്മിക മേഖലയിലെ പ്രവർത്തനമൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സംഘത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് ആ പ്രേരണയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ അതത് മേഖലയിൽ ഒന്നാമത്തെ പ്രസ്ഥാനമായിട്ട് മാറി. അതാണ് ഏറ്റവും വളർച്ചയുടെ ഒരു, നമ്മൾ പറയുന്ന സമൂഹം മുഴുവൻ ഏറ്റെടുത്ത് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും സംഖ്യയുടെ അടിസ്ഥാനത്തിൽ, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമ്മളോട് തുലനം ചെയ്യാൻ പോലും കഴിയില്ല ഒരു സംഘടനയ്ക്ക്. സംഘത്തെ ഒരു സംഘടനയുമായും തുലനം ചെയ്യാൻ പറ്റില്ല, കാരണം സ്വഭാവേന തന്നെ അത് വ്യത്യസ്തമാണ്. പക്ഷേ എന്നാൽ പോലും സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞാൽ, ഏത് മേഖല എടുത്താലും, ഇപ്പോൾ തൊഴിലാളി മേഖലയിൽ ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് ഭാരതത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥി മേഖലയിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് 7 അയലത്തെത്താൻ പറ്റിയ, സംഖ്യാബലം കൊണ്ടെത്താൻ പറ്റിയ, സംഘടനാബലം കൊണ്ടെത്താൻ പറ്റിയ ഒരു സംഘടന വിദ്യാർത്ഥി രംഗത്ത് ഇല്ല. രാഷ്ട്രീയ മേഖലയിലെ ആ പ്രവർത്തനം നേടിയിട്ടുള്ള വളർച്ച ഭാരതത്തിലെ എല്ലാ മുക്കിലും മൂലയിലേക്കുമായി ഭാരതീയ ജനതാ പാർട്ടി എത്തുന്നൊരു സ്ഥിതി. വനവാസി കല്യാണാശ്രമം പോലൊരു സേവന പ്രവർത്തനം ട്രൈബൽസിൻ്റെ ഇടയിൽ സംഘം പോലെ മറ്റൊന്നില്ല എന്ന അവസ്ഥ. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭാരതി പോലുള്ള പ്രവർത്തനം, ഇപ്പോൾ ഏത് മേഖലയിലായാലും നമുക്കങ്ങനെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതും പോരാ, അതിനും അപ്പുറത്തേക്ക് കടക്കണം. സംഘത്തിൻ്റെ ലക്ഷ്യം സമൂഹത്തിൻ്റെ സംഘടനയായി മാറലാണ്. സമൂഹത്തിലെ സംഘടനയാകാനല്ല സംഘം പ്രവർത്തിക്കുന്നത്, സമൂഹത്തിൻ്റെ സംഘടനയാകാനാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംഘടനയായി മാറണം എന്നുണ്ടെങ്കിൽ ഇനിയും എത്തിപ്പെടേണ്ട, ഇന്നോളം എത്തിപ്പെടാത്ത പല മേഖലകളുമുണ്ട്. ആ മേഖലയിലേക്ക് ചില പ്രത്യേക വിഭാഗം ജനങ്ങളിലേക്ക് ഒക്കെ എത്തുന്ന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തത്. ഇനിയും മുന്നോട്ട് പോകേണ്ടത് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മേഖലയിലാണ്. ആ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുമ്പോൾ ഓരോ കുടുംബവും ഹിന്ദു സംസ്കാരം കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന, സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെട്ട കുടുംബങ്ങളായി മാറണം. ഓരോ കുടുംബത്തിലും കുടുംബമാണ് നമ്മുടെ സാമൂഹ്യ ഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമായി നമ്മൾ കാണുന്നത്. ഏകാത്മമാനവ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തി എന്നതിനേക്കാൾ കുടുംബമാണ് ഏറ്റവും അടിത്തറ. അപ്പോൾ കുടുംബങ്ങളെല്ലാം ഹിന്ദു സംസ്കാരത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട്, തിളങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറണം. അതിനുള്ള പ്രവർത്തനം, ചില പ്രത്യേക മുന്നേറ്റങ്ങൾ അതിനു വേണ്ടിയിട്ടുണ്ട്. കുടുംബ പ്രബോധൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ. അതല്ലാതെ തന്നെ ഈ 100-ാം വർഷത്തിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തിക്കണം. ഇതേപോലെ തന്നെയാണ് സമൂഹത്തിൽ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്നും പല മേഖലയിലും ജാതിയുടെ പേരിലുള്ള ചില സംഘർഷങ്ങളും വിഷമങ്ങളും, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത്തരം ജാതി വിചാരങ്ങളെ ഉണർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അതിനെയെല്ലാം പരിഹരിച്ച് സമൂഹത്തെ സമരസതായുക്തമാക്കണം, ഒരു ഹാർമോണിയസ് സൊസൈറ്റിയെ സൃഷ്ടിക്കണം. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു പോരുന്ന കാര്യമാണ്. അത് കൂടുതൽ സജീവമായി ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം,
നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി നേരിടുന്ന ഒന്നാണ് നമ്മുടെ ചുറ്റുപാട്, ഇത് പര്യാവരണം, പരിസ്ഥിതി എന്ന് പറയുന്നത്. ആ പരിസ്ഥിതിയുടെ പരിവർത്തനം, പരിസ്ഥിതിയുടെ സംരക്ഷണം, അത് നമ്മൾ ഏറ്റെടുക്കണം എന്ന് നിശ്ചയിക്കുകയും സംഘത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും മുഴുവൻ സംഘപ്രസ്ഥാനം അതിലേക്ക് വരുന്നു. നാലാമത് സ്വദേശി ജീവിതശൈലി, സ്വദേശി സമ്പദ് വ്യവസ്ഥ, ഇതെല്ലാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പും അല്ലെങ്കിൽ സ്റ്റാൻഡപ്പും ഒക്കെ ആയിട്ടുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് യോജിച്ച് വരും. പക്ഷേ വ്യക്തി ജീവിതത്തിലും ഈ സ്വദേശി ആചരണം അത് കൃത്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സജീവമായ പ്രവർത്തനം ആരംഭിച്ചു. അഞ്ചാമത്തെ ഒരു മുഖ്യമായ കാര്യമാണ് ഈ പഞ്ചപരിവർത്തനത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് ഓരോ വ്യക്തിയും ഉത്തരവാദിത്തപ്പെട്ടൊരു പൗരനായിട്ട് മാറണം. പലപ്പോഴും പല സംഘടനകളും ഇന്നിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പലപ്പോഴും ചെയ്യുന്നത്. ഒരു സമരം വന്നാലായാലും പൊതു വസ്തുക്കൾ പോലും തകർക്കുക, ബസ്സുകൾ തകർക്കുക, റോഡുകൾ തകർക്കുക. എന്തിന് ഇന്നലത്തെ പാർലമെൻറ്റ് ചർച്ചയ്ക്കിടയിൽ പ്രതിപക്ഷ നേതാവ് ദേഷ്യം മൂത്തിട്ട് മുന്നിലുള്ള ഡെസ്കിൽ ആഞ്ഞടിക്കാൻ. ഇപ്പോൾ സ്പീക്കർ വളരെ രസകരമായി പറയുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ, അങ്ങയുടെ രോഷപ്രകടനമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഈ സാധനം നമ്മുടെ പൊതു സ്വത്താണ്, അത് തകർത്ത് കളയില്ലേ എന്ന് പറയുന്നു. അത് ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. കുറച്ചു കാലം മുമ്പാണ് കേരളത്തിൻ്റെ അസംബ്ലിക്കുള്ളിൽ ഒരു പ്രതിപക്ഷ കക്ഷി നടത്തിയ സമരം. ആ സമരത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് എല്ലാവരുടെയും മുന്നിലുണ്ട്. ഇത് ഉത്തരവാദിത്തമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്, ഒരു പൗരബോധത്തിൻ്റെ അഭാവമാണ്. ലോകത്ത് ഇത്തരം വിനാശകരമായ മനോവൃത്തിയുള്ള ആളുകളുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ ഇവരൊക്കെ പെടുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പൊതുസമൂഹം. സംഘം സമൂഹത്തിൻ്റെതാകണമെന്ന് പറയുമ്പോൾ ഈ കൂട്ടർ കൂടി ഉൾപ്പെടുന്ന സമൂഹമാണ്. അപ്പോൾ അവിടെ പൗരബോധത്തെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അങ്ങനെ 5 മേഖലയിലൂടെ പ്രവർത്തിക്കും. ഇതിനോടൊപ്പം ഇപ്പം നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 1 ലക്ഷത്തോളം ഇടങ്ങളിലാണ്. അതിനെ ഈ വിജയദശമി ആകുമ്പോഴേക്കും, അതായത് സംഘത്തിൻ്റെ ശതാബ്ദി പരിപാടികൾ ആരംഭിക്കുന്നത് വരാൻ പോകുന്ന വിജയദശമി ദിവസത്തോടു കൂടിയിട്ടാണ്. ആ വിജയദശമി ആകുമ്പോഴേക്കും അതിനെ ഒരു 1.5 ലക്ഷത്തിലേക്കൊക്കെ വളർത്തിക്കൊണ്ടുവരിക. അടുത്ത വർഷമാകുമ്പോഴേക്കും ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആഘോഷ പരിപാടികളൊക്കെ തീരുമ്പോഴേക്കും അതിനൊരു 3 ലക്ഷം സ്ഥലങ്ങളിലേക്ക്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായി സംഘം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 6 ലക്ഷത്തോളം ഗ്രാമങ്ങളുള്ളതിൽ കഷ്ടിച്ച് 1 ലക്ഷം സ്ഥലത്താണ് നിത്യപ്രവർത്തനം ഇല്ല 1 ലക്ഷം സ്ഥലത്ത് ഉള്ളത്. അപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രബല ശക്തിയായിട്ടും ഭാരതത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്ന പ്രസ്ഥാനമായിട്ടും സംഘം മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു 3 ലക്ഷത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാലത്തെ സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കും. അത് നേരത്തെ പറഞ്ഞ ഇനിയും നമ്മുടെ മുമ്പിൽ അപൂർണമായി നിൽക്കുന്നു എന്ന് നാം കരുതുകയും വേദനിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ അടിത്തറയും അതിലൂടെ ഒരുക്കപ്പെടും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ സ്വയം സേവകനും, ഓരോ സംഘ കുടുംബാംഗവും ഇപ്പോൾ. ഈ RSSൻ്റെ ഒരു പ്രവർത്തനം, അതായത് 100 വർഷമാകുന്നു, സ്വാതന്ത്ര്യപൂർവ്വം 1925 തുടങ്ങി. പക്ഷേ എപ്പോൾ വേണമെങ്കിലും പാത മാറാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഒരു കേഡർ സംവിധാനം, അങ്ങനെയുള്ളൊരു മാർച്ച്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ടായിരുന്നൊരു സാഹചര്യങ്ങളൊക്കെ ആ ഒരു ഇതിലുണ്ട്. പക്ഷേ അത്ഭുതകരമായി അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും ആ ഒരു രാഷ്ട്രത്തിൻ്റെ ആ ഒരു സേവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അണുവിട മാറാതെ നിൽക്കാനും RSSന് എങ്ങനെ കഴിയും? അത് ഒന്നാമത് പരിശുദ്ധമായ ആദർശബോധമാണ് സംഘത്തിൻ്റെ ആരംഭം മുതലേ തന്നെയുള്ളത്. തികഞ്ഞ ശുദ്ധമായിട്ടുള്ള സങ്കല്പമാണ് ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് ഉള്ളത്. ആ ആശയത്തിൻ്റെ, ആ ആദർശത്തിൻ്റെ ബലമാണ് സംഘത്തെ ഇപ്പോഴും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ആദർശത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്യുന്നത് ഒരു തപസ്സാണ്, ഒരു ആധ്യാത്മിക തപസ്സാണ്. തപസ് മുടങ്ങാൻ പാടില്ല. മുടങ്ങുകയാണെങ്കിൽ പിന്നെ തപസ്സല്ല അത്. തപസ്സിലൂടെ നേടിയ സിദ്ധി മുഴുവൻ ഒരു നിമിഷ നേരത്തേക്ക് മുടങ്ങുന്നതിലൂടെ അത് നഷ്ടമായി പോകും. അതുകൊണ്ട് ആ തപസ് അനുസ്യൂതം തുടരുകയാണ്. നേടിയെടുത്ത ശക്തി 100 മടങ്ങായിട്ട് വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, പലപ്പോഴും വ്യതിചലിക്കപ്പെടുന്നതിൻ്റെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് വിരുദ്ധമായി സുഖത്തിൻ്റെ പിന്നാലെ
സൗകര്യത്തിൻ്റെ പിന്നാലെ, സ്ഥാനത്തിൻ്റെ പിന്നാലെ, അംഗീകാരത്തിൻ്റെ പിന്നാലെയൊക്കെ അതിൻ്റെ ചുമതലപ്പെട്ടവർക്ക് പോകേണ്ടി വരുമ്പോഴാണ് ഏറ്റെടുത്ത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുക. സംഘത്തിൻ്റെ ഈ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലും അത്തരം ഒരു വ്യക്തിക്കും അല്ലെ ചുമതലപ്പെട്ട ആൾക്കും എനിക്കിന്ന സ്ഥാനം വേണം, എനിക്കിന്ന അംഗീകാരം വേണം, എനിക്കിങ്ങനത്തെ സൗകര്യം വേണം എന്ന് സംഘം ഒരിക്കലും, സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനും ഒരിക്കലും പറയില്ല. കാരണം സംഘം പഠിച്ചിരിക്കുന്നത് തന്നെ അതാണ്. ഒരു ഗീതത്തിൽ, സംഘത്തിൻ്റെ ഒരു ഗീതത്തിൽ പറയുന്നത് പോലെ മണിമകുടമായി തീരണ്ട എന്നാണ് പറയുന്നത്. അതായത് ഒരു ശ്രീകോവിലായിട്ടൊരു ക്ഷേത്രമായിട്ട് ഭാരതത്തെ സങ്കല്പിച്ചിട്ട് ആ ഭാരതത്തിൽ ദീപാരാധനാ സമയത്ത് വെട്ടിത്തിളങ്ങുന്ന മണിമകുടമാകാൻ, എല്ലാവരുടെയും ശ്രദ്ധ കിട്ടുന്ന മണിമകുടമാകണ്ട, എനിക്ക് ആകേണ്ടത് ആധാരശിലയായി മാറിടാവൂ. എല്ലാം താങ്ങി നിർത്തുന്ന ആരും കാണില്ല. ആധാരശില ആർക്കാ കാണാൻ പറ്റും? ഒരു വീട്ടിൽ ഇട്ട ഫൗണ്ടേഷൻ സ്റ്റോൺ ആരാണ് കാണുന്നത്? പക്ഷേ അതിൻ്റെ ബലത്തിലാണത് നിൽക്കുന്നത്. അപ്പോൾ സ്വയം സേവകൻ്റെ ആഗ്രഹം, ഓരോ സ്വയം സേവകൻ്റെയും, ചുമതലപ്പെട്ടവരുടെ അത് പ്രത്യേകിച്ച് പറയേണ്ട, വലിയ വെല്ലുവിളികൾ, ചരിത്രത്തിൽ അത്തരം വലിയ വെല്ലുവിളികൾ സംഘത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ച് വന്നിട്ടുള്ളൊരു ഓഫറാണ് സംഘത്തിൻ്റെ മുമ്പാകെ. സംഘം നിരുപാധികം പൂർണ്ണമായും അന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിൽ ലയിക്കാനുള്ള ഓർഡറാണ്, അല്ലെങ്കിൽ നിർദ്ദേശമാണ്, ഇനി ഒരു പക്ഷേ അപേക്ഷയാണ് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോലും സംഘത്തിൻ്റെ മുമ്പാകെ വെച്ചത്. സംഘം അതിനെ അതിജീവിച്ചുകൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ്. ഇനി അതിൽ നിന്ന് പിന്നോട്ട് വന്നാൽ 1940 ഡോക്ടർ ജി മരണപ്പെട്ടതിന് ശേഷം പൂജനീയ ഗുരുജി താരതമ്യേന അത്രയൊന്നും പ്രസിദ്ധനല്ലാതിരുന്ന യുവാവായ ഗുരുജി, ഒരു യുവയോഗി സർസംഘചാലകായപ്പോൾ ചില മേഖലകളിൽ നിന്ന് ചില സ്വരങ്ങൾ ഉയർന്നു. എതിർ സ്വരങ്ങളെന്ന് പറയൂ, അല്ലെങ്കിൽ പരിഹാസ സ്വരങ്ങളെന്ന് പറയും, അങ്ങനെ ഉയർന്നു വന്നു. സംഘം അതിൻ്റെ പ്രവർത്തന ശൈലിയെ, ഈ പറഞ്ഞ പ്രവർത്തന ശൈലിയെ മാറ്റിയില്ലെങ്കിൽ സംഘം ഇല്ലാതെയാകും, സംഘം പൊടിപൊടിയാകും എന്ന് ഗുരുജിയോട് നേരിട്ട് വന്നിട്ട് ഏത് മേഖലയിലേക്ക് പ്രവേശിക്കണം? ഉടനെ തന്നെ ഒരു പൊളിറ്റിക്കൽ മുഖമായി മാറണം. 2 പ്രൊപ്പഗാൻഡയ്ക്ക് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഗുരുജി സാഹൂതം ചോദിച്ചപ്പോൾ സംഘം പൊടിയായി പോകും എന്നാണ് അവരുടെ ഉത്തരം. ഗുരുജി ഒരു നിമിഷം ആ ഉത്തരം പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കാം ഒരു പക്ഷേ, അതുകൊണ്ടായിരിക്കാം 2 ചെവിയിലും ചുട്ടുപഴുപ്പിച്ച നാരായം കുത്തി ഇറക്കിയാലുള്ള വേദന അനുഭവിക്കുമാറ് ഗുരുജി ഒന്ന് പൊളഞ്ഞു എന്നാണ് പറയുന്നത്. കണ്ണടഞ്ഞുപോയി. അതിനുശേഷം കണ്ണം പതുക്കെ തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഫ് ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. അങ്ങനൊരവസ്ഥ വന്നാൽ ഞാൻ ആരംഭത്തിൽ നിന്ന് വീണ്ടും ആരംഭിക്കും. പുനശ്ച ഹരിയവും, വീണ്ടും തുടങ്ങും ഞാൻ. ഹരിശ്രീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. 8 or 10 കുട്ടികളെയും വിളിച്ചിട്ട് ആ പഴയ മോഹിതേവാടെ സംഘസ്ഥാനിലേക്ക് ഞാൻ പോയി വീണ്ടും സംഘം തുടങ്ങും. ഇതാണ് സംഘത്തിൻ്റെ മുതിർന്ന അധികാരികളുടെ പ്രത്യേകത. ഈ 47-48 ഓഫർ എന്ന് പറയുന്നത് ഒരു പക്ഷേ സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ അധികാരത്തിലേക്ക് പോലും വരാനുള്ള ഓഫറാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെ അതിജീവിച്ചു സംഘം. സാധാരണ തെറ്റുകൾ എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഏഷണാത്രയങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമ്പോഴാണ്. ഏഷണാത്രയങ്ങളെന്ന് പറഞ്ഞാൽ വിത്തേഷണ, പണം വേണം, സംഘത്തിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് എത്രയോ പേര് വരുന്നു, സംഘം അത് നിഷേധിക്കുകയാണ്. സ്വയം സേവകരുടെ സമർപ്പണത്തിലൂടെ ഓരോ ഗുരുദക്ഷിണയിലും എന്ത് കിട്ടുന്നു, അത് കുറവായാലും കൂടുതലായാലും അതുകൊണ്ട് തൃപ്തരായി സംഘപ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് സാമാന്യ സംഘടനകളെയോ മനുഷ്യരെയോ ബാധിക്കുന്ന ആ ഏഷണയുടെ പ്രശ്നം, വിത്തേഷണ, കർമ്മം ചെയ്യാനുള്ള പ്രേരണയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ 3 സാധനമാണ്. വിത്തം കിട്ടണം, പണം സംഘത്തിന് വേണ്ട. പുത്രേഷണ എന്ന് വെച്ചാൽ സ്വന്തം ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക, സ്വന്തം മക്കളെ പ്രധാനമന്ത്രിയാക്കുക, മക്കളുടെ മക്കളെ പ്രധാനമന്ത്രിയാക്കുക, ഇത്യാദി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയാണ് വേണമെങ്കിൽ നമുക്ക് പുത്രേഷണ എന്ന് പറയുന്നത്. സ്വന്തക്കാരെ, പുത്രന്മാരെ എന്നുള്ളത് സ്വന്തക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക. മൂന്നാമത്തതാണ് വളരെ ഭീകരമായ ഒന്നാണ്, സാധാരണക്കാർക്ക് അതിജീവിക്കാൻ വലിയ പ്രയാസമുള്ള ഒന്നാണ്. അതാണ് പ്രസിദ്ധി കിട്ടാനുള്ള ഏഷണ. അത് സംഘം അതിനെയും അതിജീവിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ സംഘം ആ തുടങ്ങി വെച്ച പാതയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നല്ല, വേഷത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പരിപാടികളുടെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവാം, ആജ്ഞകളുടെ ഭാഷ മാറിയിട്ടുണ്ടാവാം. പക്ഷേ കോർ പ്രിൻസിപ്പിൾ സംഘത്തിൻ്റെ എന്നും ഒരുമിച്ച് കൂടുക, ശാഖയിലെ ബൗദ്ധിക ശാരീരിക പരിശീലനങ്ങൾ,
ഈ പരിശീലനത്തിലൂടെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി സേവനത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുക, കൂട്ടായ്മയുടെ ബലം സ്വയവും സമൂഹവും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള പരിപാടികൾ നടത്തുക. അത് സഞ്ചലനമായാലും പഥസഞ്ചലനമായാലും എന്തായാലും അതിൽ ഉറച്ചു നിൽക്കുക. വർഷാവർഷം കൃത്യതയോടെ കണിശതയോടെ നടത്തുന്ന പരിശീലന ശിബിരങ്ങൾ, അത് കാര്യകർത്താ വികാസവർഗം എന്നായാലും സംഘശിക്ഷാവർഗം എന്നായാലും പ്രാഥമിക ശിക്ഷാവർഗിൻ്റെ പേരിലായാലും പ്രാരംഭിക് വർഗം എന്നുള്ള പേരിലായാലും സംഘപരിചയവർഗം എന്നുള്ള പേരിലായാലും ഇതൊക്കെ ചിട്ടയോടുകൂടി കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ കൃത്യതയോടെ സംഘം ഇത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞതാണ്, ഒരു ആശയത്തിൻ്റെ പരിശുദ്ധി, അതേപോലെ തന്നെ അതിനുവേണ്ടി നടത്തുന്ന തപസ്, സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന, അത് വിത്തേഷണയായാലും പുത്രേഷണയായാലും ലോകേഷണയായാലും, അതായത് പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഏഷണ, അത് സംഘത്തെ ബാധിക്കുന്നേയില്ല. അതുകൊണ്ടാണ് സംഘം ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ലക്ഷ്യം എത്തും വരെ പിന്തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് പോവുക എന്ന പ്രപ്യവരാൻ നിബോധത എന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അങ്ങനെ ഉണർന്നവരാണ്, അങ്ങനെ എഴുന്നേറ്റവരാണ് സംഘം. അതുകൊണ്ട് സംഘം മുന്നോട്ട് തന്നെ പോകും.